സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്ന മാതാപിതാക്കളാണ് ഏറെയും. എന്നാൽ സന്താനങ്ങൾ മൂലം ദുഃഖമുണ്ടാകാൻ വിധിയുള്ള ചില നക്ഷത്രങ്ങളുണ്ട്. ഓരോ നാളുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില പൊതു സ്വഭാവങ്ങളുണ്ട്. ഇത് ഓരോ നാളുകാർക്കും വ്യത്യാസപ്പെടുകയും ചെയ്യും. മക്കൾ എന്നതാണ് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഇവർക്കായാണ് ഒരു പരിധിവരെ ഇവരുടെ ജീവിതം തങ്ങൾക്ക് ലഭിക്കാത്ത സൗഭാഗ്യങ്ങൾ തങ്ങളുടെ മക്കൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒട്ടുമിക്ക മാതാപിതാക്കളും. എന്നാൽ മക്കളാൽ ദുഃഖം അനുഭവിക്കാൻ വിധിയുള്ള ചില നക്ഷത്രങ്ങളുണ്ട്. മക്കളാൽ ദുഃഖിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 27 നാളുകളിൽ 7 നാളുകാർക്കാണ് ഈ പൊതുഫലം വരുന്നത്. സന്താന ദുഃഖം അഥവാ മക്കളാൽ ദുഃഖം എന്നത് മക്കളിൽ നിന്നുള്ള പെരുമാറ്റം കാരണം മാത്രമല്ല, ഇവർ കാരണമായി ഉണ്ടാകാവുന്ന എന്തുമാകാം. ഇതിന് ഉദാഹരണമായിട്ട് വിചാരിച്ച രീതിയിൽ അവർ എത്താതിരിക്കുക, മക്കൾക്ക് രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ വന്നാലും നമുക്ക് മാതാപിതാക്കൾക്ക് ദുഃഖങ്ങൾ ഉണ്ടാവുന്ന ഒന്നാണ്. അപ്പോൾ സന്താന ദുഃഖത്തിന് വിധിയുള്ള 7 നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിലൊന്നാണ് തിരുവാതിര നക്ഷത്രം. ഇവർക്ക് നല്ല മനസ്സുള്ളവരാണ്. കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്ന സ്വഭാവക്കാരാണ് ഇവർ. എന്നാൽ ഇതിന് തിരിച്ച് ഫലം ലഭിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകുന്ന തരക്കാരുമാണ് ഈ നക്ഷത്രക്കാര്. ഇവർക്ക് മക്കളിൽ നിന്നുള്ള ദുഃഖം വരാനുള്ള സാധ്യത ഏറെയാണ്. മക്കളിലൂടെ ദുഃഖാവസ്ഥ വരാൻ സാധ്യതയുള്ളവരാണ്. അതുപോലെ തന്നെ ഇവര് മക്കളാല് എന്തെന്നില്ലാത്ത ദുഃഖം അനുഭവിക്കുകയും അതുപോലെ തന്നെ മനസ്സിന് എന്തെന്നില്ലാത്ത ടെൻഷനുകളും അതുപോലെ തന്നെ മക്കളാൽ ആദി വരുത്തി വയ്ക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുമോ എന്നുള്ള പേടി മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാര്. അടുത്ത നക്ഷത്രം ഏതാണെന്ന് നോക്കാം. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിന് പല സൗഭാഗ്യവും ഉള്ളവരാണ്. ജീവിതത്തിൽ പല നേട്ടങ്ങൾ ഉണ്ടാവുമെങ്കിലും മക്കളെ ഓർത്ത് ദുഃഖിക്കാൻ ഇടയാകുന്നവർ കൂടിയാണ് ഈ നാളുകാര്. മക്കളെ ഓർത്തും അവരുടെ പ്രവൃത്തികളാലും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചതിനാലും ദുഃഖിക്കുന്നവരാണ് ഇവരിൽ പലരും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. ഇവർക്ക് സമൂഹത്തില് നിലയും വിലയും ബഹുമാനവും എല്ലാം തന്നെ ലഭിക്കുന്നവരാണ്. ഇവർക്ക് മറ്റുള്ളവരാൽ നല്ല മതിപ്പ് ലഭിക്കും. എന്നാൽ സ്വന്തം മക്കളിൽ നിന്നും ഒരു സ്നേഹമോ അല്ലെങ്കിൽ ആത്മാർത്ഥതയോ ഒക്കെ കിട്ടാതെ പോകുന്നവരാണ് ഇവർ. ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുമ്പോഴും വീട്ടിൽ തിരസ്കരിക്കപ്പെടുന്നവരാണ് ഇവർ. കാർത്തിക നക്ഷത്രക്കാരൊക്കെ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഒന്ന് ഇടണം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ദുഃഖം അനുഭവിക്കുന്നവരാണ് എങ്കിൽ, എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നവരാണ് എങ്കിൽ പോലും അവർ സ്വന്തം മക്കളിൽ നിന്നുള്ള ഒരു സ്നേഹം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ എന്നാൽ അത് അവരുടെ നമുക്ക് സ്നേഹം ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ നമ്മൾ എന്താണോ നമ്മൾ ആവശ്യപ്പെടുക, അതായത് നമുക്ക് എത്ര ശതമാനമാണോ നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയധികം സ്നേഹം ഒരിക്കലും മക്കളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നോർത്ത് വിഷമിക്കുന്നവരാണ് പൊതുവെ കാർത്തിക നക്ഷത്രക്കാര്. അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർ സന്താന ദുഃഖത്തിന് വിധിയുള്ള മറ്റൊരു പ്രധാന നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം. ഇക്കൂട്ടർക്ക് പൊതുവെ മക്കളുടെ പുറകെയുള്ള ഓട്ടമാണ്. മക്കൾ വരുത്തി വയ്ക്കുന്ന പ്രശ്നങ്ങൾക്ക് പുറകെയും ഇവർ ഓടേണ്ടി വരും. എന്നാൽ മക്കളിൽ നിന്നും ഇവർക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ പ്രത്യേകിച്ചും വാർദ്ധക്യത്തില് ഇത്തരം ഇഷ്ടം ഇവർക്ക് ലഭിക്കാതെ വരുന്നവരാണ് അവിട്ട നക്ഷത്രക്കാര്. അടുത്തത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർ സൽസ്വഭാവികളാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും നന്മ വരാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ. മക്കളുടെ ഭാഗത്തുനിന്നും കൊച്ചുമക്കളുടെ ഭാഗത്തുനിന്നും പല മാനസിക ബുദ്ധിമുട്ടുകളും ഇവർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനാൽ തന്നെ സന്താന ദുഃഖം പേറുന്ന നാളുകാരാണ് ചോതി നക്ഷത്രക്കാർ എന്ന് പറയാം. ഇവർ എത്രയധികം മക്കളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർക്ക് തന്നെ പറയാൻ കഴിയില്ല. അത്രയധികം അവർ മക്കളെ സ്നേഹിക്കുന്നു. എന്നാൽ മക്കളിൽ നിന്ന് തിരിച്ച് അവർക്ക് വേണ്ടത്ര സ്നേഹം ലഭിക്കാതെ വരുന്നു. അതുമല്ലെങ്കിൽ മക്കള് വേണ്ടത്ര തങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന ദുഃഖം വളരെയധികം ഇവരെ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രമാണ് ചോതി നക്ഷത്രം. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ഇത്തരം യോഗമാണ് ചിത്തിര നക്ഷത്രത്തിനും പറയുന്നത്. ഇവർ നല്ല മനസ്സിന് ഉടമകളാണ്. ഇത്തരം ഒരു നക്ഷത്രം വീട്ടിലുണ്ടെങ്കിൽ ഇത് നല്ലതാണെന്ന് പറയാം. എന്നാൽ വീട്ടിലുള്ളവർ ഇത് തിരിച്ചറിയില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും മക്കളും
അച്ഛനമ്മമാരുമായുള്ള അടുപ്പത്തിന് പുറമെ നിന്നുള്ളവർ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. ഇത് കുടുംബാന്തരീക്ഷത്തിന് കോട്ടം വരുത്തും എന്നുള്ളത് ഒരു സംശയവുമില്ല. അപ്പോൾ ചിത്ര നക്ഷത്രക്കാരും ഇതുപോലെയുള്ള നല്ല മനസ്സിന് ഉടമകളാണെങ്കിൽ പോലും സന്താനങ്ങളാൽ ദുഃഖം അനുഭവിക്കാൻ യോഗമുള്ള ഒരു നക്ഷത്രമാണ് ചിത്ര നക്ഷത്രക്കാർ. ഇവര് വീട്ടിലുണ്ടെങ്കിൽ നല്ല ഒരു ഒന്നാണ് എന്നാണ് പൊതുവെ പറയാറുണ്ട്. പക്ഷേ പലപ്പോഴും മക്കളും അച്ഛനമ്മമാരുമായുള്ള അടുപ്പത്തിന് പുറമേ നിന്നുള്ളവർ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഏറെയുള്ള ഒരു നക്ഷത്രമാണ് ഇത്. കുടുംബാന്തരീക്ഷത്തിലൊക്കെ കോട്ടം വരുത്തുകയൊക്കെ ചെയ്യും. അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർ പൊതുവെ ശുദ്ധരാണ്. എന്നാൽ അവരുടെ ജീവിതത്തിൽ മക്കളാൽ ഉണ്ടാകുന്ന ദുഃഖം ഏറെയാണ്. ഇത് അവരുടെ പെരുമാറ്റം വഴിയല്ല, മറിച്ച് അവരുടെ നേട്ടങ്ങളില്ലായ്മ ആയിട്ട് നമുക്ക് കരുതാം. വിചാരിച്ച രീതിയിൽ ഉയരാതിരിക്കുക എന്ന് തുടങ്ങി എന്തു വേണമെങ്കിലും ആകാം. അതായത് മക്കളാൽ ഏതെങ്കിലും പ്രകാരത്തിലുള്ള ദുഃഖം പേറാൻ വിധിക്കപ്പെട്ടവരാണ് മൂലം നക്ഷത്രക്കാർ എന്ന് പറയുന്നത്. തങ്ങളുടെ മക്കളെ എത്രയധികം ഉയർച്ചത്തിൽ എത്തണോ എന്ന് ആഗ്രഹിക്കുന്നു, അത്രയധികം ഉയർച്ചയിൽ എത്തിയില്ലല്ലോ എന്നുള്ള ദുഃഖങ്ങളും, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മക്കളാൽ സന്താന ദുഃഖം കൊണ്ട് മനസ്സ് എപ്പോഴും അലാസരപ്പെട്ടു അല്ലെങ്കിൽ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു നക്ഷത്രമാണ് മൂലം നക്ഷത്രം. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ സന്താന ദുഃഖം അനുഭവിക്കുന്ന 7 നക്ഷത്രക്കാരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.